യെസ്, എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് രവീന്ദ്ര ജഡേജ ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി എന്നൊക്കെ മാറ്റി വീണ്ടും MS ധോണിയൊക്കെ ക്യാപ്റ്റനിലേക്ക് വന്നിരുന്നു. സോ അതിനൊക്കെ ശേഷമുള്ള സീസണിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് കിരീടമൊക്കെ നേടിയിട്ടുണ്ട്. സോ എന്തായാലും ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ആരും അത്ര തൃപ്തനല്ല. ചെന്നൈ സൂപ്പർ കിങ്സ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാണ്. സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ MS ധോണി വീണ്ടും ക്യാപ്റ്റനായി വന്നേക്കാം എന്നതിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ്. സോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം ആ ഒരു അദ്ദേഹം കളിക്കുന്ന ഒരു പൊസിഷനിലൊക്കെ ഒരു യുവതാരം അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു താരം കളിക്കേണ്ട ഒരു പൊസിഷനാണ്. സോ എന്തായാലും സ്റ്റിൽ അദ്ദേഹം എന്തിനാണ് കളിക്കുന്നത് അറിയത്തില്ല. കാരണം അദ്ദേഹം ഇനി കളിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിന് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ MS ധോണി ചത്ത് കിടക്കുന്ന ആളുകളുണ്ട്. സോ അദ്ദേഹം ഒരു 50 വയസ്സായാലും 100 വയസ്സായാലും കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സോ എന്തായാലും എനിക്കറിയില്ല. പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്, അവരുടെ ഫാൻസിന് അവരുടെ ടീം ജയിക്കണമെന്ന് ഇതുവരെ MS ധോണി എങ്ങനെയെങ്കിലും ഗ്രൗണ്ടിൽ കാണുന്നത്. ഇപ്പോൾ 2-3 കളിയൊക്കെ അടുപ്പിച്ച് തോന്നതോടെ അവരുടെ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്നാൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഗുഡ് ബൈ.